ഒത്തിരി കുട്ടികൾ സ്നേഹം ലഭിക്കാതെ ചെറുപ്രായത്തിലെ ഹൃദയത്തിനകത്ത് ഈർഷ്യയും കയ്പും വിദ്വേഷവും കോപവും നിറഞ്ഞവരായി സ്വഭവനത്തിലുള്ള അപ്പനെയും അമ്മയെയും പോലും സ്നേഹിക്കാൻ കഴിയാതെ റിബല്യസ് മൈൻഡോടെ വളർന്നു വരാൻ സാധ്യതയുള്ളൊരു കാലഘട്ടമായത്. എത്രയോ കുഞ്ഞുങ്ങൾ. എൻ്റെ പ്രിയരെ, നിങ്ങൾക്ക് ദൈവം 2 മക്കളെ തന്നു വെച്ചോ. 2 മക്കളെ ദൈവം നിങ്ങൾക്ക് തന്നു. നിങ്ങൾ അവരെ എങ്ങനെ സ്നേഹിക്കുന്നു എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയണം. ഒട്ടും വൈകിട്ടില്ല. ചില വീട്ടിൽ 2 പിള്ളേരായിരിക്കും. സ്തോത്രം. ഇളയത് പെണ്ണും മൂത്തത് ആണുമായിരിക്കും, അല്ലെങ്കിൽ മൂത്തത് പെണ്ണും ഇളയത് ആണുമായിരിക്കും. ഇളയ പിള്ളേരുടെ എല്ലായിടത്തും ഒരു സ്നേഹം കൂടുതലുണ്ട്. കാരണം വളർന്നു വരുന്ന കൊച്ചുകുട്ടിയല്ലേ. ആ 2 മക്കളെയും 2 രീതിയിലാണ് സ്നേഹിക്കുന്ന വീട്ടിനകത്ത്. മൂത്തവൻ എന്നാ ചെയ്താലും ഉടനെ അവനെതിരെ ശക്തമായ നിയമങ്ങളും നിയന്ത്രണങ്ങളും. ഇളയവൾ എന്ത് ചെയ്താലും കണ്ണടച്ച് കാണിക്കും. ഒന്നെങ്കിൽ അപ്പൻ അല്ലെങ്കിൽ അമ്മ. ഇതെല്ലായിടത്തും സഹജമാണ്. ഞാൻ പല കുട്ടികളുടെ മീറ്റിങ്ങിൽ ഞാൻ കടന്നു ചെല്ലുമ്പം പിള്ളേരെന്നോട് പറയുന്നതൊക്കെ കേട്ടാൽ അമ്പരന്ന് പോകും. പിള്ളേർ കരയുക, പിള്ളേർ വിങ്ങി പൊട്ടുക. ഒരു ചെറുക്കൻ എന്നോട് പറഞ്ഞത് ഞാൻ നിങ്ങളോട് പറയാം. അവൻ പറഞ്ഞത്, സാറേ, എനിക്ക് വീട്ടിൽ പോകണമെന്നേ ഇല്ല. എപ്പം നോക്കിയാലും ഞാൻ അവിടെ ഒരു അധികപ്പറ്റ് പോലെയാണ് അപ്പനും അമ്മയ്ക്കും. സ്തോത്രം. എന്തെങ്കിലും ഒരു കാര്യം വിശേഷ ദിവസം വന്നാൽ ഞാൻ ആ വീട്ടിലുള്ളതാണെന്ന് പോലും അവർക്കൊരു ചിന്തയില്ല. ഞാൻ എന്തെങ്കിലും ചെറിയ തെറ്റ് ചെയ്താൽ അതിനെ പെരുപ്പിച്ച് എന്നെ അടിച്ച് ശരിയാക്കി ഒരു പരുവക്കേടാക്കും. തിരിച്ചു പറയാൻ എനിക്കൊന്നും പാടില്ലല്ലോ. അത്രയും ബോധാ ചെറുപ്പക്കാരൻ ആ പയ്യനുണ്ട് കേട്ടോ. അവൻ എന്നെ കെട്ടിപ്പിടിച്ച് കരയുക. ഞാൻ അവനെ കെട്ടിപ്പിടിച്ച് അവൻ്റെ ആ കരച്ചിലങ്ങത് വിഷമം തീരട്ടെ. ഞാനും അവനെ തലോടി അവനോട് പറഞ്ഞു, മോനെ സാരമില്ല, ഇന്നല്ലെങ്കിൽ നാളെ പപ്പാശ് തിരിഞ്ഞ് ചിന്തിക്കാൻ തുടങ്ങും. അവൻ എന്നോട് പറഞ്ഞു, ഞാൻ പല പ്രാവശ്യം രാത്രിയിൽ ഇറങ്ങി വീട്ടിൽ നിന്ന് പോയാലോ എന്ന് ചിന്തിച്ചു പോയിട്ടുണ്ട്. ചില രാത്രികളിൽ ഞാൻ ഉറങ്ങുന്നത് എൻ്റെ ഹൃദയത്തിലെ വിഷമം നിറഞ്ഞ് തിങ്ങി മയങ്ങി ഞാൻ ഉറങ്ങിപ്പോവുക. അല്ലാതെ ഞാൻ സന്തോഷത്തോടെ അപ്പൻ്റെ അമ്മയുടെ ഉമ്മ കിട്ടി ഉറങ്ങുന്ന ആളല്ല. സ്തോത്രം. എൻ്റെ പ്രിയരെ, എനിക്ക് 2 മക്കളുണ്ട്. ഈ പ്രസംഗിക്കുന്ന എനിക്ക് 2 മക്കളുണ്ട്. 2 പേർക്കും രാത്രി ഉമ്മ കൊടുത്താൽ ഞാൻ ഉറക്കുന്നത്. അവർ ചെയ്യുന്ന തെറ്റിന് തക്കതായ ശിക്ഷയും അവർക്ക് ഉപദേശവും ഞാൻ നൽകും. പക്ഷേ ഞാൻ മറ്റുള്ളവരുടെ മുമ്പിൽ എൻ്റെ മക്കളെ ഒരിക്കലും ഞാൻ ഇടിച്ചു താഴ്ത്തി സംസാരിക്കുകയില്ല. അവരെ ഏറ്റവും അധികം ഞാൻ സ്നേഹിക്കുന്നു. സ്കൂളിൽ നിന്ന് ടൂറിനൊന്നും ഞാൻ അവരെ വിടാറില്ല. ഒരു ടൂറിനും വിടാറില്ല. ഞാൻ അവർക്ക് വേണ്ടി വർഷം 2 ദിവസം ടൂർ അടിക്കും. അതിനുവേണ്ടി ഞാൻ പൈസ ചിലവാക്കും. അതിനുവേണ്ടി ഞാൻ ഉണ്ടാക്കി വെക്കും. സ്തോത്രം. അവർക്ക് വേണ്ടി ഞാൻ സമയം സ്പെൻഡ് ചെയ്യുന്നു. അതുകൊണ്ട് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു പ്രശ്നമില്ലാതെ സന്തോഷത്തോടെ ജീവിക്കുന്നു. എൻ്റെ പ്രിയരെ, കുറ്റങ്ങളും കുറവില്ലാത്തവരല്ല അവർ. ചില സമയത്ത് നല്ല അടി കൊടുക്കേണ്ട വളച്ചിലൊക്കെ കാണിക്കും. പക്ഷേ അവരെ നല്ലവരെ ശാസിക്കും. അപ്പോൾ തന്നെ അതിലധികം ഞാൻ അവരെ സ്നേഹിക്കും. അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് ഞാൻ വീട്ടിലുള്ളത് വലിയ സന്തോഷമാണ്. എൻ്റെ പ്രിയരെ, നിങ്ങൾ നിങ്ങളുടെ മക്കളെ എങ്ങനെ സ്നേഹിക്കുന്നു? 2 രീതിയിലാണ് നിങ്ങൾ സ്നേഹിക്കുന്നതെങ്കിൽ നിങ്ങൾ ആ വീട്ടിനകത്ത് 2 ചേരി ഉണ്ടാക്കുകയാണെന്നുള്ള കാര്യം മറക്കരുത്. അവർ കുറ്റങ്ങളുണ്ടാകും. ഒരുപക്ഷെ നിങ്ങളുടെ പേഴ്സിൽ നിന്ന് പൈസ എടുത്തിട്ട് പോയിട്ടുണ്ടാവും. നിങ്ങളുടെ പേഴ്സിൽ നിന്നല്ലേ എടുക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ കൊടുക്കുന്ന ആളായിരുന്നെങ്കിൽ അവരെടുക്കുമായിരുന്നോ? പിള്ളേർക്കൊരു 10 20 രൂപയോ അല്ല 50 രൂപയോ മാസത്തിൽ ഒരു 100 രൂപയോ ഒക്കെ കൊടുത്ത് അവർക്കൊരു ചെറിയ കുടുക്കയൊക്കെ ഉണ്ടാക്കിച്ച് നിങ്ങൾ കൊടുക്കുന്ന പൈസ അവർ കുടുക്കയ്ക്കകത്തിടും. സ്തോത്രം. എപ്പോഴെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ ആ പൈസ എടുത്തവർ തരും. നമ്മൾ നട്ടം തിരിഞ്ഞിരിക്കുകയായിരിക്കും. 5 പൈസയില്ല, എന്ത് ചെയ്യുമേ, ഒരു 200 രൂപ അത്യാവശ്യമായിരുന്നു എന്ന് പറയുമ്പോൾ പിള്ളേരതെടുത്തിട്ട് വരും. ഞാനിത് അനുഭവത്തിൽ നിന്ന് പറയുക പ്രിയരെ. സ്തോത്രം. പിള്ളേരെ സ്നേഹിക്കണം കേട്ടോ. അടിച്ചോ, പക്ഷേ അടിക്കുന്ന എന്തിനാന്ന് അവന് ബോധ്യം പറയണം. ആ ഒരു തെറ്റിന് വീണ്ടും അടിക്കേണ്ട വരികയില്ല. നിങ്ങളുടെ മക്കൾ നിങ്ങളെ സ്നേഹിക്കണം. നിങ്ങളോടൊരു റിബല്യസ് മൈൻഡാണ് അവൻ ഉണ്ടാക്കിയെടുക്കുന്നതെങ്കിൽ അവൻ്റെ ജീവിതകാലം മുഴുവനും
ആ കയ്പ് ഉള്ളിൽ കിടക്കും. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഇന്ന് വരെ നിങ്ങളുടെ ആ മകനെ അല്ലെ ആ മകളെ ഒന്ന് ചേർത്ത് പിടിച്ച് അവനെ ഒന്ന് കൊഞ്ചിച്ച് അവനെ ഒന്ന് സ്നേഹിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? ഒരുപക്ഷെ ഭർത്താവ് ചെയ്യുന്ന പരിപാടി കണ്ടിട്ട് ഭാര്യയ്ക്ക് വിഷമമുണ്ടാകും. അവർ നിങ്ങളുടെ ഭാര്യയാണ്, അതുകൊണ്ട് അവർക്കധികം പറയാൻ പറ്റിയല്ല. അമ്മ ഒരുപക്ഷെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാകും, എൻ്റെ മകനാണ്, അതുകൊണ്ട് അമ്മയ്ക്കും പറയാൻ പറ്റിയല്ല. അപ്പനൊരു പക്ഷേ ദേഷ്യം പിടിച്ചാലും ഒന്നും പറയാൻ പറ്റില്ല, കാരണം നിൻ്റെ മകനെയാണ് നീ തെറ്റിയത്. പക്ഷെ ഇതിനിടയിൽ വേദനിക്കുന്നൊരു ഹൃദയം ആ മാതാവാ എന്ന് പറഞ്ഞാൽ കൊച്ചിൻ്റെ അമ്മ. സ്തോത്രം. അതുകൊണ്ട് പിള്ളേരെ ഒരുമിച്ച് ഒരുപോലെ സ്നേഹിക്കുക. അവൻ നിങ്ങളെപ്പറ്റി അവൻ്റെ കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത് എൻ്റെ പപ്പ നല്ലൊരു മനുഷ്യനാണെന്ന്, അതെങ്കിലും കളയരുത്. അവൻ തിരിച്ചു പറയാൻ അധികം നേരം വേണമെന്നില്ല. നിങ്ങൾക്ക് ടെൻഷനുണ്ടാകാം, ഒത്തിരി ടെൻഷൻ്റെ പുറത്തായിരിക്കാം നിങ്ങൾ ഈ ആ പരിപാടിയൊക്കെ കാണിക്കുന്നത്. ചില പിള്ളേരൊക്കെ വിളിക്കുന്നത് ആ കോന്തൻ, ആ മരക്കഴുത, മരപ്പട്ടി എന്നൊക്കെയാണ് പിള്ളേരെ വിളിക്കുന്നത്. സ്തോത്രം. അത് വിളിക്കുമ്പോൾ ഞാനൊരു കാര്യം രഹസ്യം കൂടെ പറയാം. നിങ്ങൾ മരപ്പട്ടി എന്ന് വിളിക്കുമ്പം അവൻ ആരുടെ മകനാണെന്നൂടെ ചിന്തിക്കണം. സ്തോത്രം. അവൻ ഉള്ളുകൊണ്ട് ചിലപ്പോൾ ചിരിക്കുന്നുണ്ടാവും. ഞാൻ മരപ്പട്ടിയാണെങ്കിൽ എൻ്റെ അപ്പൻ നിങ്ങൾ പൂരിപ്പിച്ചാൽ മതി. കണ്ടോ, നിങ്ങൾ തന്നെ അവിടെ പോഷനായി പോവുക. മക്കളെ ശാസിച്ചു, പക്ഷെ അതിലധികം അവരെ സ്നേഹിക്കണം. ഇനി ഞാൻ ഈ തല്ലുന്ന അപ്പനോട് ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങളുടെ ചെറുപ്പം ഒന്ന് ആലോചിച്ച് നോക്കി. അത്രയില്ലല്ലോ ഈ ചെറുക്കൻ, ഉണ്ടോ? നിങ്ങൾ കാണിച്ച കുരുത്തക്കേടെല്ലാം ഒന്ന് ആലോചിച്ച് നോക്കിയേ. പിള്ളേരോട് പറയണ്ട, അത്രയില്ലല്ലോ ചെറുക്കൻ. സ്തോത്രം. അവൻ്റെ ഹൃദയത്തെ വേദനിപ്പിക്കരുത്. ഇനി നിങ്ങൾ അവൻ്റെ ഹൃദയത്തെ വേദനിപ്പിക്കരുത്. നിങ്ങളൊന്ന് അവനെ ചേർത്ത് പിടിച്ചാൽ നിങ്ങൾക്ക് ക്ഷമിക്കാനും വഹിക്കാനും കഴിയും. ആ കൊച്ചു ഹൃദയത്തിനകത്ത് വീണ കയ്പെടുത്ത് മാറ്റാൻ നിങ്ങൾക്ക് ഒറ്റ മിനിറ്റ് കൊണ്ട് സാധിക്കും. അങ്ങനെയെന്നറിയോ, അവനെ രാവിലെ ഒന്ന് ചേർത്ത്, മോനെ വാ നമുക്ക് 2 മിനിറ്റ് ബോൾ കളിക്കാം എന്ന് പറഞ്ഞു നോക്കിയേ. ചേടാ, ഇന്നലെ വരെ എന്നെ തല്ലിയ അപ്പനാണോ ഈ പറയുന്നത്? കണ്ടോ, നിമിഷ നേരം കൊണ്ട് അവൻ്റെ ഉള്ളത്തിൽ അവന് മാറ്റം വരുത്തി. നിങ്ങൾക്ക് മാറ്റം വരുത്താൻ പറ്റിയല്ല. നിങ്ങൾ ക്രൂരനായൊരു മനുഷ്യനായി മാറിക്കൊണ്ടിരിക്കുക. നിങ്ങൾക്ക് മാറാൻ ഒറ്റ വഴിയേ ഉള്ളൂ, നിമിഷ നേരം കൊണ്ട് അവനെ ചേർത്ത് പിടിക്കാൻ. മോനെ നമുക്ക് ഇന്ന് ടൗണിൽ പോയിട്ട് അവൻ്റെ സാധനം മേടിക്കണം, അല്ലെങ്കിൽ അവന് ഇഷ്ടപ്പെട്ട മീനായിരിക്കും, അല്ലെങ്കിൽ അവന് ഇഷ്ടപ്പെട്ട കോഴിയായിരിക്കും, അല്ലെങ്കിൽ അവന് ഇഷ്ടപ്പെട്ടതെന്നായിരിക്കും. അത് വാ നമുക്ക് മേടിക്കാം, അവനെ പിടിച്ചിട്ട് പോവാം. എത്ര വേണം നിനക്ക്, ഞാൻ കോഴി ചുട്ട് തരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് അവൻ്റെ ഹൃദയത്തിനകത്തോട്ട് ഒന്ന് കയറിപ്പറ്റാൻ രണ്ടാമത് നിങ്ങൾ ശ്രമിച്ചില്ലെങ്കിൽ നിങ്ങളും അവനും ഓരോ ദിവസവും കിലോമീറ്റർ ദൂരത്തിൽ അകന്നുകൊണ്ടിരിക്കുന്നുള്ള കാര്യം മറക്കരുത്. ഈ രാവിലെ സമയം മാതാപിതാക്കളോട് ഞാനൊരു കാര്യം പറയാം. രണ്ടും നിൻ്റെ മകൾ തന്നെയാണ്, നിൻ്റെ മകൻ തന്നെയാണ്. അവൻ പേരേന്ന് ചാടി വന്നതല്ല, അവൻ മാവേന്ന് വീണതല്ല. നിൻ്റെ സന്തതിയായി ദൈവം നിനക്ക് തന്നതാണ്. സ്തോത്രം. വേറെ കൃത്യം കാണിക്കരുത്. പക്ഷേ എൻ്റെ ദേഷ്യത്തിന് ഞാൻ അങ്ങനെ ചെയ്തു പോയതാ, അല്ലെങ്കിൽ എൻ്റെ ദേഷ്യത്തിന് എനിക്ക് എന്താ അറിയത്തില്ല, അവനോട് അവൻ കലിപ്പായിരുന്നു. സാരമില്ല. ഇന്ന് തന്നെ അവനെ ആശ്ലേഷിക്കണം. ഇന്ന് അവനോട് നല്ലൊരു സംസാരിക്കണം. അവനുമായിട്ട് കുറച്ച് നേരം കളിക്കുക, അവനുമായിട്ട്, അല്ലെങ്കിൽ അവന് ഇഷ്ടപ്പെട്ട ഭക്ഷണം മേടിച്ചു കൊടുക്കുക, സ്നേഹിക്കുക. തകർന്നു പോയ അവൻ്റെ ആ സ്നേഹം നിങ്ങൾക്ക് മടക്കി കിട്ടും. ഞാൻ നിങ്ങളോട് പ്രാർത്ഥിക്കാൻ പോകാം. നിങ്ങളുടെ മനസ്സ് കലങ്ങിയിരിക്കുകയാണ്. നിങ്ങളുടെ ഹൃദയം ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഹൃദയത്തിൽ പക്വപ്പെട്ട് കഴിഞ്ഞു. ഞാൻ നിങ്ങളോട് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ നല്ല സമയത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന ഈ പ്രിയപ്പെട്ടവന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബത്തിൻ്റെ സമാധാനം നഷ്ടപ്പെടുത്താൻ പിശാചുണ്ടാക്കുന്ന സകല തന്ത്രങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ശാസിച്ച് മാറ്റുകയാണ്. ദൈവത്തിൻ്റെ കൃപ ആ കുടുംബത്തിനകത്ത് വ്യാപരിക്കട്ടെ. അവാത്സല്യം മകൻ്റെ ഉള്ളിൽ ഉണ്ടായ മുറിവുകൾ കർത്താവ് പുറപ്പിക്കണമേ. സ്നേഹിപ്പാൻ, സഹിപ്പാൻ, വഹിപ്പാൻ ആ പിതാവിൻ്റെ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആ കുടുംബത്തിനകത്ത് സന്തോഷം മടങ്ങി വരട്ടെ. അവരുടെ കുടുംബത്തിൽ നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ സഹായിക്കണമേ. ആ വാത്സല്യ സഹോദരിക്കായി പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെ ഓർത്ത് ഹൃദയത്തിനകത്ത് പൊട്ടുന്ന വേദനയുമായി ആരോടും പറയാൻ കഴിയാതെ ഉള്ളിൽ ഞരങ്ങി വിഷമിക്കുന്ന ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവരെ സഹായിക്കണമേ, കൃപ ചെയ്യണമേ, അനുഗ്രഹിക്കണമേ. ഈ വാത്സല്യ സഹോദരനെ പ്രാർത്ഥിക്കുന്നു. മക്കളെ നന്നായി സ്നേഹിപ്പാൻ, താനെടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽപ്പാൻ ദൈവത്തെ ആക്കണമേ, കൃപ ചെയ്യണം. പ്രാർത്ഥനയുടെ നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.
പ്രിയരെ, നിങ്ങൾ നിങ്ങളുടെ മക്കളെ സ്നേഹിക്കാൻ പറ്റുള്ളൂ, നാട്ടുകാർക്ക് സ്നേഹിക്കാൻ പറ്റിയല്ല. നിങ്ങൾക്കേ നിങ്ങളുടെ മക്കളെ കരുതാൻ പറ്റുള്ളൂ, നാട്ടുകാരും കരുതിയല്ല. നിങ്ങൾ ചെയ്യണം. അപ്പോൾ മക്കൾ നല്ല കുട്ടികളായി വളർന്നു വരും. ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ.